ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 BCom ഹിന്ദി സിലബസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് BCom ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദി. നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി വഹ് മേ ഹും എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഓം പ്രകാശ് വാത്മീകി എന്ന ലേഖകനാണ്. ഈ ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഹിന്ദി പോയംസ് റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന ഭാഗത്താണ് വരുന്നത്. ആദ്യം തന്നെ ലേഖകനെ പറ്റി നോക്കാം. ഓം പ്രകാശ് വാത്മീകി എന്നതാണ് നമ്മുടെ ലേഖകന്റെ പേര്. ओम प्रकाश वाल्मीकि का जन्म 30 जून 1950 को बरेला मुजफ्फरनगर उत्तर प्रदेश में हुआ था. उन्होंने हिंदी साहित्य में MA की डिग्री प्राप्त की थी. वे देहरादून स्थित ऑर्डिनेंस फैक्ट्री में अधिकारी के पद पर कार्यरत रहे. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1950 ജൂൺ 30 ഓം പ്രകാശ് വാത്മീകി ജനിച്ചത്. ഉത്തർപ്രദേശിലെ മുസഫർ നഗർ ജില്ലയിലുള്ള ബർല എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൽ MA നേടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജോലിയെ കുറിച്ച് പറയുമ്പോൾ ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉദ്യോഗസ്ഥനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ओम प्रकाश वाल्मीकि दलित साहित्य के एक प्रमुख लेखक है. उनके लेखन में दलित जीवन का वह अनुभूत यथार्थ झलकता है जिसे बहुत पहले बदल जाना चाहिए था, लेकिन वह अब तक पूर्णतः नहीं बदल पाया. ഓം പ്രകാശ് വാത്മീകി ദളിത് സാഹിത്യത്തിലെ ഒരു പ്രധാന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ ദളിത് ജീവിതത്തിന്റെ യഥാർത്ഥത പ്രതിഫലിക്കുന്നുണ്ട്. विचलित और चिंतित करने वाली परिस्थितियों के बावजूद उनका साहित्य घृणा, ईर्ष्या और प्रतिशोध की भावना से परे है. वे समाज में समानता के पक्षधर थे और चाहते थे कि दलितों को भी एक मनुष्य के रूप में जीने का पूर्ण अधिकार मिले, जिससे अछूत होने का दंश समाप्त हो सके, क्योंकि अस्पृश्यता समाज के लिए एक लाइलाज കോഡ് കെ സമാൻ ഹെ. ഇത്രയധികം അസ്വസ്ഥതയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ സാഹിത്യം വെറുപ്പ്, അസൂയ, പ്രതികാര ചിന്തകൾ എന്നിവയിൽ നിന്നെല്ലാം തികച്ചും മുക്തമാണ്. സമൂഹത്തിൽ യഥാർത്ഥ സമത്വം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ദളിതർക്കും ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള പൂർണ്ണ അവകാശം ലഭിക്കണമെന്നും അതുവഴി അസ്പൃശ്യതയുടെ ശാപം പൂർണ്ണമായും ഇല്ലാതാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഇവിടെ അസ്പൃശ്യത എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തീണ്ടിക്കൂടായ്മ അഥവാ അസ്പൃശ്യത സമൂഹത്തിന് ഒരു മാറാവ്യാധിക്ക് തുല്യമാണ്. ഓം പ്രകാശ് വാത്മീകി കാ നിധൻ 17 നവംബർ 2013 को हुआ था. അതായത് പ്രമുഖ എഴുത്തുകാരനായ ഓം പ്രകാശ് വാത്മീകി 2013 നവംബർ 17 അന്തരിച്ചത്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. വഹ് മേ ഹൂം എന്നതാണ് കവിതയുടെ പേര്. ഓം പ്രകാശ് വാത്മീകി എന്നതാണ് നമ്മുടെ ലേഖകൻ. മൂഹ് അന്തേറെ ബുഹാരി ഗയി സടക് മേ ജോ ചമക് ഹെ വഹ് മേ ഹൂം. എന്താണ് മൂഹ് അന്തേറെ എന്ന് പറഞ്ഞ ഏർലി മോർണിംഗ്, പുലർക്കാലം. നമ്മൾ പറയുമല്ലോ പ്രകാശം പരക്കുന്നതിന് മുമ്പ് ഇരുട്ടായിരിക്കും, പക്ഷെ നമ്മൾ രാവിലെ എന്ന് തന്നെയാണ് പറയാ. ബുഹാരി ഗയി, ബുഹാരി ഗയി എന്ന് പറഞ്ഞ എന്താ? സ്വെപ്റ്റ്, അതായത് അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്ന. സടക് മേ, സടക് മേ റോട്ടിൽ. ജോ ചമക് ഹേ വഹ് മേ ഹും. ഷൈൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവിടെ എന്താണോ ആ തിളങ്ങുന്നത് എന്താണോ അത് ഞാനാണ്. കഠിനാധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും സമൂഹത്തെയും ചുറ്റുപാടെയും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന സാധാരണക്കാരുണ്ടല്ലോ, അവരുടെ അസ്തിത്വമാണ് ഈ വരികളിലൂടെ കവി വെളിപ്പെടുത്തുന്നത്. അങ്ങനെ അടിച്ചുവാരി വൃത്തിയാക്കി എങ്ങനെയാണോ ക്ലീൻ ചെയ്ത് വെക്കുന്നത് അത് ഞാനാകുന്നു. കുശൽ ഹാത്തോം സെ तराशे खिलौने देखकर पुलकित होते हैं बच्चे. बच्चे के चेहरे पर जो पुलक है वह मैं हूं. ഇവിടെ എന്താണ്? കുശൽ, കുശൽ എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ളവര്. തരാശ എന്ന് പറഞ്ഞാൽ കൊത്തിയെടുക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്. ഖിലൗനെ ടോയ്സ് ആണ്. പുളക്കിത് ഹോത്തെ, പുളക്കിത് എന്ന് പറഞ്ഞാൽ എന്താ? ത്രിൽഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, സന്തോഷത്തിൽ എക്സൈറ്റഡ് ആയിരിക്കുക എന്നൊക്കെ പറയില്ലേ. കുശൽ ഹാത്തോം സെ തരാശെ ഖിലൗനെ ദേഖ്കർ. എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാര് ഉണ്ടാക്കിയെടുക്കുന്ന, കൊത്തിയെടുക്കുന്ന കളിപ്പാട്ടങ്ങൾ കണ്ട്
പുളകിത് ഹോത്തേ ഹേ ബച്ചെ എന്താണ് കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആവും കളിപ്പാട്ടം കാണുമ്പോൾ നോർമലി കുട്ടികൾ എക്സൈറ്റഡ് ആവും ബച്ചയ്ക്ക് ചെഹരെ പർ ജോ പുളക് ഹേ ആ കുട്ടിയുടെ മുഖത്ത് വരുന്ന ആ ഒരു പുളക് ആ ഒരു എക്സൈറ്റ്മെന്റ് വഹ് മേ ഹൂ അതും ഞാനാകുന്നു എന്നാണ് പറയുന്നത് എന്താണ് തന്റെ കരവിരുത് കൊണ്ട് കുട്ടികളുടെ മുഖത്ത് സന്തോഷവും ചിരിയും പടർത്തുന്ന ആ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ആ സ്രഷ്ടാവിന്റെ ഭാവമാണ് വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത് खेत की माटी में उगते अन्न की खुशबू मैं हूँ खेत की माटी में വയലിലെ മണ്ണിൽ ഉഗത്തെ അന്നക്കി ഉഗന എന്ന് പറഞ്ഞാൽ എന്താ ഉഗന എന്ന് പറഞ്ഞാൽ വിളയുക എന്ന് പറയുമല്ലോ നമ്മള് ഉഗത്തെ അന്നക്കി ഖുഷ്ബു അങ്ങനെ വിളയുന്ന അന്ന ഭക്ഷണത്തിന്റെ ഖുഷ്ബു ആ ഒരു സുഗന്ധം അതും ഞാനാണ് ഭക്ഷണത്തിന്റെ സുഗന്ധം എന്ന് പറയുമ്പോൾ ഭക്ഷണം അത്രയും പ്രിയപ്പെട്ടതാണ് നമുക്ക് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് അന്നക്കി ഖുഷ്ബു എന്ന് പറയുന്നത് അതായത് തന്റെ വിയർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുത്ത് അന്നം വിളയിക്കുന്ന കർഷകന്റെയും തൊഴിലാളികളുടെയും സാന്നിധ്യമാണ് വരികളിലൂടെ കവി ചിത്രീകരിക്കുന്നത് इन्हें जिसे झाड़ पोंछ कर भेज देते हैं वे उनके घरों में भूलकर अपने घरों के भूख से बिलबिलाते बच्चों का रुदन रुदन में जो भूख है वह मैं हूं ഇവിടെ എന്താണ് ജിസെ ജാട്ട് പൂച്ച്കർ ബേച്ച് ദേത്തെ ഹെ വേ ഉൻകെ ഘറോ മേ ഭൂൽക്കർ എന്താണ് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി പണിയെടുക്കുന്ന ആൾക്കാരെയാണ് ക്ലീനിങ് എല്ലാം ചെയ്യുന്ന ആൾക്കാരെയാണ് അങ്ങനെ പോകുന്ന ആൾക്കാരെ മറന്നു പോകുന്നു ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് എന്താണ് മറന്നു പോകുന്നത് അപ്പനെ ഘറോക്കെ ഭൂക്സെ ബിൽ ബിലാത്തെ ബച്ചോം കാ രുദൻ സ്വന്തം വീടുകളിൽ വിശപ്പ് കാരണം കരയുന്ന കുട്ടികളുടെ രുദൻ കണ്ണീര് രുദൻ മീൻ ജു ഭൂഖ് ഹെ ആ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന വിശപ്പ് അതും ഞാനാകുന്നു എന്നാണ് പറയുന്നത് അതായത് തങ്ങളുടെ സ്വന്തം കുട്ടികളുടെ വിശപ്പും കണ്ണീരും അവഗണിച്ച് അന്യരുടെ വീടുകളിൽ തൊഴിലെടുക്കേണ്ടി വരുന്ന ദരിദ്രരായ മനുഷ്യരുണ്ട് അവരുടെ നിസ്സഹായ അവസ്ഥയും പട്ടിണിയുമാണ് ഈ വരികളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇനി പ്രതാടിത് ശോഷിത് जनों के क्षत विक्षत चेहरों पर घावों की तरह चिपके है संताप भरे दिन उन चेहरों में शेष बची है जो उम्मीदें अभी വഹ മേ ഹും പ്രതാഡിത് ശോഷിത് എന്നൊക്കെ പറയുമ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാരുടെ ക്ഷതവിക്ഷത് ചെഹറോമി എന്താണ് ക്ഷതവിക്ഷത് എന്ന് പറഞ്ഞാൽ മുറിവുകൾ പറ്റിയിട്ടുള്ളവരുടെ മുഖങ്ങളിൽ ഖാവോങ്കി തറ ചിപ്കെഹെ ഖാവ് മുറിവ് തന്നെയാണ് അതുപോലെ ചിപക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒട്ടിപ്പിടിക്കുക എന്നാണ് അർത്ഥം എന്താ മുറിവ് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സന്താപ് ബറേദിൻ സന്താപ് ദുഃഖം നിറഞ്ഞ അവരുടെ ദിവസങ്ങൾ ഉൻ ചെഹറേമേം ശേഷ് ബച്ചി ഹേ ഉമ്മീദിൻ പക്ഷെ എന്നിരുന്നാലും അവരുടെ മുഖത്ത് എന്താണ് ഒരു ഉമ്മീദ് ഒരു ഹോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അതും ഞാനാകുന്നു അതായത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവരുടെ മുഖം കണ്ടാൽ അറിയാം അവർ ഒരുപാട് എക്സോസ്റ്റഡ് ആണ് അവർ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ ഒരു സന്താപം നിറഞ്ഞ ആ ഒരു വിഷമം നിറഞ്ഞ ദിവസങ്ങളിൽ ജീവിക്കുകയാണെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ടെന്നാ പറയുന്ന ഒരു ഹോപ്പ് ഉണ്ട് ആ ഹോപ്പ് അത് ഞാനാകുന്നു എന്നാണ് പറയുന്നത് ഇനി അവസാനത്തെ സ്റ്റാൻസയാണ് पेड़ों में नदी का जल धूप हवा में श्रमिक शोषित गंध बाढ़ में बह गई झोपड़ी का दर्द सूखे में दरकती धरती का बांझपन वह मैं हूं सिर्फ मैं हूं पेड़ों में नदी का जल അതായത് മരങ്ങൾക്കിടയിലെ നദിയുടെ വെള്ളം ധൂപ് ഹവാമേ ശ്രമിക് ശോഷിത് ഗത് ധൂപ് ഹവ നമ്മുടെ വെയിലിലും ചൂടിലും ഹവ നമ്മുടെ ചുറ്റുമുള്ള കാറ്റിലും ശ്രമിക് ശോഷിത് എന്താണ് തൊഴിലാളികളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ശ്രമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലെടുക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ എന്നുള്ള മീനിങ് ആണ് അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നവരുടെ ഗന്ധം ബാഡ്മേം ബഹഗയി ജോപ്പടി കാ ദർദ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ കുടിലിന്റെ ജോപ്പടി എന്ന് പറഞ്ഞാൽ കുടിൽ എന്നുള്ളതാണ് കേട്ടോ കുടിലിന്റെ വേദന സുഖേമേം ദരക്തി ധർത്തി കാ ബാഞ്ച്പൻ വരൾച്ചയിൽ വിണ്ടുകീറുന്ന ഭൂമിയുടെ മരവിപ്പ് വഹ് മേഹും സിർഫ് മേഹും അത് ഞാനാണ് ഞാൻ മാത്രമാണ് എന്നാണ് കവി പറയുന്നത് ഇവിടെ എന്താ പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളിലും ജീവന്റെ തുടുപ്പിലും പ്രകൃതി ദുരന്തങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും യാതനകളിലും താൻ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കവി ഈ മനോഹരമായ കവിത ഇവിടെ അവസാനിപ്പിക്കും ചുരുക്കത്തിൽ ഓം പ്രകാശ് വാത്മീകിയുടെ വഹ് മേഹു എന്ന കവിത സമൂഹത്തിലെ പീഡിപ്പിക്കപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ശബ്ദമാണ് അതിരാവിലെ തെരുവ് വൃത്തിയാക്കുന്ന തൂപ്പുകാരനിലും
കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് കുട്ടികളുടെ മുഖത്ത് സന്തോഷം വിടർത്തുന്ന തൊഴിലാളിയിലും പാടത്ത് പണിയെടുത്ത് അന്നം വിളയിക്കുന്ന കർഷകനിലും ജീവിക്കുന്നത് താൻ തന്നെയാണെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ സ്വന്തം കുട്ടികളുടെ വിശപ്പ് മറന്ന് അന്യരുടെ വീടുകളിൽ പണിയെടുക്കേണ്ടി വരുന്നവരുടെ കണ്ണീരിലും ജീവിതത്തിന്റെ ചൂഷണങ്ങളും പ്രകൃതിയുടെ ദുരന്തങ്ങളും നമ്മളോട് പറഞ്ഞു, വെള്ളപ്പൊക്കവും വരൾച്ചയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്ങേണ്ടി വരുന്ന സാധാരണ മനുഷ്യരുടെ അതിജീവനത്തിലും പ്രത്യാശയിലും അവരുടെ ഒരു ഹോപ്പിലും നിലകൊള്ളുന്നതും മറ്റാരുമല്ല താൻ തന്നെയാണ്. അതായത് അപമാനിതരുടെയും ചൂഷിതരുടെയും യഥാർത്ഥ പ്രതിരൂപം താനാണ് എന്ന് ഈ കവിതയിലൂടെ കവി ശക്തമായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കവിത നമുക്ക് നൽകുന്ന മെസ്സേജ് വളരെ സിമ്പിൾ ആണ്. സമൂഹത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, എന്നാൽ പട്ടിണിയും പ്രോബ്ലംസും മാത്രം ഫേസ് ചെയ്യേണ്ടി വരുന്ന സാധാരണ മനുഷ്യരുടെ പെയിൻ നമ്മളും മനസ്സിലാക്കണം. എത്ര കഷ്ടപ്പാടുകൾ വന്നാലും തളരാതെ മുന്നോട്ട് പോകുന്ന അവരുടെ ലൈഫിലെ ഹോപ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഹ്യൂമൻസ് എല്ലാവരും ഈക്വൽ ആണ് എന്ന തിരിച്ചറിവും പരസ്പരമുള്ള സ്നേഹവുമാണ് ഈ പോയം, ഈ ഒരു കവിത നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി കവിത ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു നോക്കാം. വഹ് मैं हूं, ओम प्रकाश वात्मीकि। मुंह अंधेरे बुहारी गई सड़क में, जो चमक है वह मैं हूं। कुशल हाथों से तराशे खिलौने देखकर पुलकित होते हैं बच्चे, बच्चे के चेहरे पर जो पुलक है वह मैं हूं। खेत की माटी में उगते अन्न की खुशबू मैं हूं, जिसे झाड़ पूछ कर भेज देते हैं वे उनके घरों में, भूलकर अपने घरों के भूख से बिलबिलाते बच्चों का रुदन, रुदन में जो भूख है वह मैं हूं। प्रताड़ित शोषित जनों के क्षत विक्षत चेहरों पर घावों की तरह चिपके हैं संदा भरे दिन, उन चेहरों में शेष बची है जो उम्मीदें अभी वह मैं हूं। पेड़ों में नदी का जल, धूप हवा में श्रमिक शोणित गंध, बाढ़ में बह गई झोपड़ी का दर्द, सूखे में दरकती धरती का बांझपन वह मैं हूं, സിർഫ് मैं हूं. എല്ലാവർക്കും നമ്മളുടെ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.